റൈറ്റ് ഇൻ ഫ്രാക്ഷണൽ ഫോം ദ നമ്പേഴ്സ് ഗിവൺ ഇൻ ഡെസിമൽ ഫോംസ് ബിലോ. ചുവടെ ദശാംശ രൂപത്തിൽ എഴുതിയിരിക്കുന്ന സംഖ്യകളെയെല്ലാം ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുക. ഓക്കെ, അപ്പോൾ ആദ്യത്തത് 0.1 ആണ് അല്ലേ. ഇതിനെങ്ങനെ ഫ്രാക്ഷൻ ആക്കാം? അപ്പോൾ ഇതിൽ ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ നമ്പർ എന്താ 1 ആണല്ലേ. അപ്പോൾ 1 ബൈ ഡിനോമിനേറ്ററിൽ എന്ത് കൊടുക്കണം? 10. ഓക്കെ, ഇതാണ് ഫ്രാക്ഷണൽ ഫോം അല്ലെങ്കിൽ ഭിന്നസംഖ്യാ രൂപം. ഓക്കെ, രണ്ടാമത്തത് 0.01 ആണ് അല്ലേ. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ആദ്യത്തത് 0 അല്ലേ. അപ്പോൾ 0/10 പ്ലസ് പിന്നെ അത് 1 ആണ് അല്ലേ. അപ്പോൾ 1/10 ആണോ? അല്ല, രണ്ടാമത്തെ അല്ലേ. അപ്പോൾ 2 zeros ഉള്ള 100 ആണ് വേണ്ടത് അല്ലേ. ദാറ്റ് ഈസ് 0/10 0 ആണ്, പിന്നെ ബാക്കിയുള്ള പ്ലസ് 1/100 ആണ് അല്ലേ. അപ്പോൾ 1/100 ആണ് എന്ത് 0.01 എന്ന് പറഞ്ഞാൽ. ഇനി 0.11 എന്ന് വെച്ചാൽ എന്താ, ഇവിടെ പോയിന്റ് കഴിഞ്ഞാൽ ആദ്യത്തെ നമ്പർ 1 ആണ് അല്ലേ. അപ്പോൾ 1/10 പ്ലസ് പിന്നെ 1 കഴിഞ്ഞിട്ട് ഒരു നമ്പർ കൂടി ഉണ്ട് അല്ലേ. അതേതാണ്? 1 തന്നെ അല്ലേ. 1/1 എത്രയാണ്? 10 ആണോ? അല്ല, 10 കഴിഞ്ഞടുത്ത് 100 ആണ്. ഓക്കെ, സോ ദിസ് ഈസ് 1/10 പ്ലസ് 1/100 എത്രയാണ്? 1/10ൻ്റെ ഡിനോമിനേറ്റർ 10 ആണ്, 1/100ൻ്റെ ഡിനോമിനേറ്റർ 100 ആണ് അല്ലേ. അപ്പോൾ സെയിം ഡിനോമിനേറ്റർ ആയാൽ നമുക്ക് ഈ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് സെയിം ഡിനോമിനേറ്റർ ഇട്ട് കൊടുത്താൽ മതി അല്ലേ. ഡിഫറെൻറ്റ് ഡിനോമിനേറ്റർ ആണെങ്കിൽ പറ്റില്ല. അപ്പോൾ സെയിം ഡിനോമിനേറ്റർ ആക്കണം, രണ്ട് ഡിനോമിനേറ്ററും 100 ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഈ 10നെ നമ്മൾ 100 ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10നെ 100 ആക്കണമെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 10 × 10 ആണല്ലോ 100. അപ്പോൾ ആദ്യത്തെ ഫ്രാക്ഷനെ നമ്മൾ 10നെ 100 ആക്കാൻ വേണ്ടിയിട്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇൻറ്റു 10 ചെയ്തു. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിലും ഇൻറ്റു 10 ചെയ്യണം, എന്നാലേ ഈ ഫ്രാക്ഷൻ കറക്റ്റ് ആവുള്ളൂ അല്ലേ. പ്ലസ് പിന്നെ ഈ 1/100 അല്ലേ. 1/10നെ നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 10 10 ആണ്, ബൈ 10 × 10 100 പ്ലസ് ഈ 1/100. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ എന്തായി? സെയിം ആയി, 100 ആയി. അപ്പോൾ ഇനി ന്യൂമറേറ്റേഴ്സ് ജസ്റ്റ് ആഡ് ചെയ്തിട്ട് ഒരു സെയിം ഡിനോമിനേറ്റർ ഇട്ട് കൊടുത്താൽ മതി അല്ലേ. ദാറ്റ് ഈസ് 10 + 1 ആണ് ന്യൂമറേറ്റേഴ്സ് അല്ലേ, ബൈ ഡിനോമിനേറ്റർ സെയിം ആയ 100. ഓക്കെ, ദാറ്റ് ഈസ് 11/100 ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? 0.101 ആണ് അല്ലേ. ദാറ്റ് ഈസ് അപ്പോൾ പോയിന്റ് കഴിഞ്ഞാൽ ആദ്യത്തെ നമ്പർ 1 ആണല്ലേ. അപ്പോൾ 1/10 പ്ലസ് പിന്നെ 1 കഴിഞ്ഞിട്ടുള്ളത് 0 ആണ് അല്ലേ. അപ്പോൾ 0/100 പ്ലസ് പിന്നെ പോയിന്റ് 0 കഴിഞ്ഞിട്ട് 1 ആണ് അല്ലേ. അപ്പോൾ 1 എത്ര? 10 100 അടുത്തെന്താ 1000 ആയിരിക്കും അല്ലേ. അപ്പോൾ ദിസ് ഈസ് 1/10 പ്ലസ് 0/100 0 ആണ്, പിന്നെ ബാക്കിയുള്ള 1/1000 ആണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്, 10ഉം 1000ഉം ആണ്. അപ്പോൾ സെയിം ഡിനോമിനേറ്റർ ആക്കാം. അതിന് വേണ്ടിയിട്ട് 10നെ 1000 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ ഈ 1/10നെ നമ്മൾ ഡിനോമിനേറ്റർ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇൻറ്റു 100 ചെയ്തു. അതേപോലെ ന്യൂമറേറ്ററിലും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നാലേ ഈ ഫ്രാക്ഷന് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, പ്ലസ് ബാക്കിയുള്ള എന്താണ്? 1/1000 ഈക്വൽ ടു 1 × 100 100 ആണ്, ബൈ 10 × 100 1000 പ്ലസ് ഈ 1/1000 അല്ലേ. ഇപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്റേഴ്സ് ജസ്റ്റ് ആഡ് ചെയ്തിട്ട് സെയിം ഡിനോമിനേറ്റർ ഇട്ട് കൊടുത്താൽ മതി അല്ലേ. ന്യൂമറേറ്റേഴ്സ് ഏതാ? 100ഉം 1 അല്ല. സോ 100 പ്ലസ് 1 ബൈ ഡിനോമിനേറ്റർ സെയിം ആണ്, അത് 1000. ഓക്കെ, ദാറ്റ് ഈസ് 101/1000 ആണ്. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്? 0.0101 ആണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ നമ്പർ എന്താണ്? പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ 0 അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? 0/10 പ്ലസ് പിന്നെ 1 കഴിഞ്ഞിട്ട് 0 കഴിഞ്ഞിട്ട് 1 ആണ് അല്ലേ. അപ്പോൾ 1/ എന്ത് വരും? 100 ആണ് വരിക. പ്ലസ് അടുത്തത് 1 കഴിഞ്ഞിട്ടുള്ളത് 0 ആണ് അല്ലേ. അപ്പോൾ 0/100 കഴിഞ്ഞിട്ട് പിന്നെ എന്ത് വരും? 1000 ആണ്. പ്ലസ് പിന്നെ ലാസ്റ്റ് ഉള്ളത് എന്താണ്? 1 ആണ്. അപ്പോൾ 1/1000 കഴിഞ്ഞിട്ട് ബാക്കി എന്താ വരിക? 10,000 ആണ് അല്ലേ. ഓക്കെ,
4 zeros ആണ് 10,000 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ 0/10 0 ആണ്, പിന്നെ 1/100 ഉണ്ട്, പ്ലസ് പിന്നെ 0/1000 0 ആണ്, പിന്നെ ബാക്കിയുള്ള എന്താ 1/10,000 ആണ്. ഓക്കെ, സോ ദിസ് ഈസ്, അപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും 1/100 എന്ന ഫ്രാക്ഷൻ്റെയും 1/10,000 എന്ന ഫ്രാക്ഷൻ്റെയും എന്താണ് ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്, അപ്പോൾ സെയിം ആക്കണം അല്ലേ. അപ്പോൾ ഈ 100നെ നമുക്ക് 10,000 ആക്കാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, 100നെ 2 സീറോസും കൂടി വേണം അല്ലേ, അപ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് 1/100 ഇൻറ്റു 100 ചെയ്തു. ഇതേപോലെ ന്യൂമറേറ്ററിലും ചെയ്യണം, ഇൻറ്റു 100 കൊടുക്കണം, എന്നാലേ എന്താവുള്ളൂ ഫ്രാക്ഷന് കറക്റ്റ് ആവുള്ളൂ അല്ലേ. അപ്പോൾ 1 × 100/100 × 100 ആയി എന്ത് 1/100 എന്ന് പറഞ്ഞാൽ, പ്ലസ് ബാക്കിയുള്ള എന്താണ് 1/10,000. ദിസ് ഈസ് 1 × 100 100 അല്ലേ, സോ 100/100 × 100 10,000 ആണ്, പ്ലസ് 1/10,000 ദാറ്റ് ഈസ്, അപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയി അല്ലേ, 10,000 ആയി. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഫ്രാക്ഷൻ എങ്ങനെ ആഡ് ചെയ്യാം, ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് സെയിം ഡിനോമിനേറ്റർ ഇട്ട് കൊടുത്താൽ മതി. ന്യൂമറേറ്റേഴ്സ് 100ഉം 1 അല്ലേ, അപ്പോൾ 100 പ്ലസ് 1 ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്തു ബൈ ഡിനോമിനേറ്റർ ആയ 10,000. ദാറ്റ് ഈസ് 100 + 1 എന്താ 101 ആണ് അല്ലേ, സോ 101/10,000 ആണ് ആൻസർ. ഓക്കെ.